സുഹൃത്തുക്കളെ, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ ഓൺലൈൻ പ്രതിഷേധമാണ് ഇന്ന് രാജ്യത്തെ നടുക്കുന്ന ഒരു യുവജന പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത്. ഒരു പരീക്ഷയുടെ പ്രശ്നം എന്നതിലുപരി യുവാക്കളെ വില കുറഞ്ഞവരായി കാണുകയും അവരുടെ ഭാവിയെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിനെതിരായുള്ള കലാപമായാണ് ഇത് വളർന്നിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിലെ തെരുവുകളിൽ ഉയരുന്ന ചോദ്യം വെറും വിദ്യാഭ്യാസ മന്ത്രിയോടുള്ളതല്ല, അത് നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ്. വർഷങ്ങളായി ഒഴിവാക്കിക്കൊണ്ടിരുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ചോദ്യം ഇപ്പോൾ രാജ്യത്തിൻ്റെ പരമോന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഒന്നാമതായി, ഇത് ഇനി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ഒരാളുടെ പ്രശ്നമല്ല, ഇത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിനെക്കുറിച്ചുള്ള ചോദ്യമാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തോടെയാണ് പ്രതിഷേധം തുടങ്ങിയത്. തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചകൾ, പരീക്ഷാ ക്രമക്കേടുകൾ, വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ, വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ തകർച്ച എന്നിവയാണ് പ്രതിഷേധത്തിൻ്റെ കാരണം. എന്നാൽ ഇന്ന് പ്രതിഷേധം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി തുടരണമോ പോകണമോ എന്നത് മാത്രമല്ല വിഷയം. കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണരീതിയെയും ഉത്തരവാദിത്തത്തെയും കുറിച്ചാണ് വിദ്യാർത്ഥികൾ ചോദ്യമുയർത്തുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ മോശം പ്രവർത്തന രേഖ ഉണ്ടായിട്ടും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ ഈ പ്രതിഷേധം ഒരു മന്ത്രിയുടെ രാജിക്കായുള്ള ആവശ്യമല്ലാതെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള ഒരു പൊതു വിലയിരുത്തലായി മാറിയിരിക്കുകയാണ്. രണ്ടാമതായി, ഈ പ്രക്ഷോഭം ഇനി ഒരു സംഘടനയുടെയോ ഒരു നേതാവിൻ്റെയോ നിയന്ത്രണത്തിലുള്ളതല്ല. ചീഫ് ജസ്റ്റിസിൻ്റെ കൊക്രോച്ച് പരാമർശത്തെ തുടർന്ന് പരിഹാസ രൂപത്തിൽ ആരംഭിച്ച കൊക്രോച്ച് ജനതാ പാർട്ടി എന്ന ഓൺലൈൻ ക്യാമ്പയിനിലാണ് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ ഇന്ന് ജന്തർ മന്ദിറിലും പാർലമെൻറ്റിലേക്കുള്ള മാർച്ചിലും കാണുന്നത് അതിനേക്കാൾ വലിയ ജനകീയ പ്രക്ഷോഭമാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല, ഒരു സംഘടന ബസ്സുകളിൽ ആളെ കൊണ്ടുവന്ന് നടത്തിയ സമരവുമല്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം എത്തിയ വിദ്യാർത്ഥികളും തൊഴിൽ തേടുന്ന യുവാക്കളുമാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ ശക്തി. സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമരവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായപ്പോഴും വിദ്യാർത്ഥികൾ പിന്നോട്ട് പോയില്ല. അഭ്യൂഹങ്ങളെ മറികടന്നവർ സമരം തുടർന്നു. അതോടെ ഈ പ്രക്ഷോഭം ഇനി ഏതെങ്കിലും നേതാവുമായി ചർച്ച നടത്തി അവസാനിപ്പിക്കാൻ കഴിയുന്ന ഘട്ടം കഴിഞ്ഞു എന്നത് വ്യക്തമായി. മൂന്നാമതായി, ഈ സമരത്തെ പഴയ പോലെ അപകീർത്തിപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ല. മുമ്പ് നടന്ന വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഓരോന്നിനെയും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സമരമായി ചിത്രീകരിക്കുകയായിരുന്നു പതിവ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തെ മുസ്ലിം പ്രക്ഷോഭം എന്ന് വിളിച്ചു. കർഷക സമരത്തെ ഖാലിസ്ഥാനി പ്രക്ഷോഭം എന്ന് മുദ്രകുത്തി. സർവകലാശാലകളിലെ പ്രതിഷേധങ്ങളെ ദേശവിരുദ്ധർ, അർബൻ നക്സലുകൾ എന്നിങ്ങനെ വിശേഷിപ്പിച്ചു. എന്നാൽ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൻ്റെ വിഷയങ്ങൾ പരീക്ഷകളുടെ വിശ്വാസ്യത, തൊഴിൽ, വിദ്യാഭ്യാസം, സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം എന്നിവയാണ്. ഇവ ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പ്രദേശത്തിൻ്റെയും അതിർത്തികൾ കടന്നുപോകുന്ന പ്രശ്നങ്ങളാണ്. ഇവിടെ പങ്കെടുക്കുന്നവർ പ്രധാനമായും വിദ്യാർത്ഥികളും ജോലി അന്വേഷിക്കുന്ന യുവാക്കളും നഗരങ്ങളിലെ സാധാരണ പ്രൊഫഷണലുകളുമാണ്. ഇവരെ ഒരു പ്രത്യേക ശത്രുവിഭാഗമായി ചിത്രീകരിക്കുന്നത് സർക്കാരിന് വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം പ്രതിഷേധക്കാർ വളരെ സമാധാനപരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അക്രമത്തിന് ഒരു അവസരവും നൽകുന്നില്ല. മാധ്യമങ്ങൾക്ക് തങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ഒരു കാരണവും നൽകില്ലെന്നും അവർ തുറന്നു പറയുന്നു. നാലാമതായി, ജനാധിപത്യ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം തകർന്നതിൻ്റെ പ്രകടനമാണ് ഈ സമരം. ഈ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം തന്നെ നീതിന്യായ വ്യവസ്ഥയോടുള്ള നിരാശയുമായി ബന്ധപ്പെട്ടതാണ്. ചീഫ് ജസ്റ്റിസിൻ്റെ കൊക്രോച്ച് പരാമർശം തൊഴിലെതിരായ യുവാക്കളെ അപമാനിക്കുന്നതാണെന്ന വികാരം ശക്തമായി ഉയർന്നു. പരീക്ഷാ ചോർച്ചകളിൽ കോടതികളിൽ നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന തോന്നലും യുവാക്കളിൽ വളർന്നു. വലിയ ടെലിവിഷൻ മാധ്യമങ്ങൾ പ്രതിഷേധത്തെ അവഗണിക്കുകയോ ചെറുതാക്കി കാണിക്കുകയോ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നതായും അവർ ആരോപിക്കുന്നു. പാർലമെൻറ്റും മാധ്യമങ്ങളും കോടതികളും ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല എന്ന ബോധ്യമാണ് ഒടുവിൽ ജനങ്ങളെ തെരുവിലിറക്കിയത്. അതുകൊണ്ടാണ് ഡൽഹിയിലെ തെരുവുകൾ ജനങ്ങളുടെ അവസാന ജനാധിപത്യ വേദിയായി മാറിയത്. അഞ്ചാമതായി, രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇനി നീട്ടിവെക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഒരു മാസത്തിലേറെയായി സർക്കാർ പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ പോലും തയ്യാറായില്ല. ഒരു മന്ത്രിയോ എംപിയോ ഉദ്യോഗസ്ഥനോ പോലും എത്തി സംവേദിച്ചില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഇപ്പോൾ അവർ വളരെ വ്യക്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. തുടർച്ചയായ പരീക്ഷാ ചോർച്ചകൾക്ക് ഉത്തരവാദി ആരെ? ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് പരിഷ്കാരങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്? ഇത്രയും വിദ്യാർത്ഥികളുടെ ജീവിതം തകർന്നിട്ടും എന്തുകൊണ്ട് ഒരു മന്ത്രി പോലും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല? ഈ ചോദ്യങ്ങൾ ഇനി കോളേജ് പ്രവേശന സമയത്തോടൊപ്പം മറഞ്ഞുപോകാൻ വിദ്യാർത്ഥികൾ അനുവദിക്കുന്നില്ല. പാർലമെൻറ്റിലേക്കുള്ള മാർച്ചിലൂടെ
വിദ്യാഭ്യാസത്തിലെ അഴിമതികൾ, തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചകൾ, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച എന്നിവയെ അവർ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വാതിക്കൽ എത്തിച്ചിരിക്കുകയാണ്. ആറാമതായി, സർക്കാർ അമ്പരം നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇതുവരെ സർക്കാർ സ്വീകരിച്ച നിലപാട് മൗനം, നടപടിക്രമങ്ങളുടെ പേരിലുള്ള കാലതാമസം, പ്രതിഷേധത്തെ നിസ്സാരവൽക്കരിക്കൽ എന്നിവയാണ്. മുമ്പ് വിഭജിക്കപ്പെട്ട പ്രക്ഷോഭങ്ങൾക്കെതിരെ ഈ രീതി വിജയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സമാധാനപരമായി മുന്നേറുന്ന വലിയൊരു യുവജന പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും കഴിയുന്നില്ല, ചർച്ചയ്ക്ക് തയ്യാറാകാനും കഴിയുന്നില്ല. അതുകൊണ്ട് സർക്കാർ പ്രതിരോധത്തിലായെന്ന പ്രതീതി ശക്തമാവുകയാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും യുവജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം ഭരണകൂടത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള ആശങ്ക സർക്കാരിനുള്ളിലുണ്ടെന്നാണ് പലരും വിലയിരുത്തുന്നത്. ഏഴാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഭയത്തിൻ്റെ അന്തരീക്ഷം തകരുകയാണ്. പോലീസ് സന്നാഹം, നിരീക്ഷണ ക്യാമറകൾ, കണ്ണീർ വാതകം, ബലപ്രയോഗം എന്നിവ ഉണ്ടായിട്ടും ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി. ഒറ്റപ്പെട്ട വ്യക്തികളായി ഭയന്ന് വീടുകളിൽ കഴിയുന്നതിന് പകരം അവർ ഒന്നിച്ച് ശബ്ദമുയർത്തി. ഈ കൂട്ടായ്മയാണ് ഭയത്തിൻ്റെ മതിൽ തകർത്തത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിക്കപ്പെടാതെയും ആരുടെയും മുദ്രകുത്തലിന് വഴങ്ങാതെയും സമാധാനപരമായി മുന്നേറിക്കൊണ്ടിരുന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഭരണകൂടത്തിൻ്റെ പഴയ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തനായ നേതാവെന്ന പ്രതിച്ഛായയെ ആശ്രയിച്ചുള്ള രാഷ്ട്രീയത്തിന് ഇന്ന് ഉത്തരവാദിത്തത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് എന്ന് ഈ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നവർ വിലയിരുത്തുന്നു.